ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ച ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും ബുച്ച് വിൽമോറിനും 9 മാസത്തോളം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കേണ്ടി വന്ന സംഭവത്തിൽ നാസയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. സംഭവത്തെ ടൈപ്പ് എ വിഭാഗത്തിൽപ്പെട്ട അപകടമായാണ് നാസ റിപ്പോർട്ടിൽ ലേബൽ ചെയ്തിരിക്കുന്നത്. ഇതോടെ ചലഞ്ചർ കൊളംബിയ ദുരന്തങ്ങളുടെ ഗണത്തിൽ സ്റ്റാർലൈനർ ക്യാപ്സ്യൂളിന്റെ 2024 പരീക്ഷണ പറക്കലും ഉൾപ്പെടും. ബോയിങ് കമ്പനിയുടെ സ്റ്റാർലൈനർ ക്യാപ്സ്യൂളിന്റെ മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ആദ്യ പറക്കലിനിടയിൽ സംഭവിച്ച വീഴ്ചകൾ ഈ റിപ്പോർട്ടിൽ വിശദീകരിച്ചിട്ടുണ്ട്. സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്ത് കുടുങ്ങിയ സംഭവം ലോക ശ്രദ്ധ ആകർഷിച്ചിരുന്നു. ഇതോടെ അവരെ നിലയത്തിൽ നിന്നും തിരികെ കൊണ്ടുവരാൻ നാസയ്ക്ക് പെടാപ്പാട് പെടേണ്ടി വന്നു. നാസയുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തെയും ബോയിങ്ങിനെയും രൂക്ഷമായി വിമർശിക്കുന്നതാണ് 300-ലധികം പേജുകളുള്ള റിപ്പോർട്ട്. എഞ്ചിനീയറിംഗിലെ പിഴവുകൾ, അപര്യാപ്തമായ മേൽനോട്ടം തുടങ്ങിയവ ഒരാഴ്ച നീണ്ടു നിൽക്കേണ്ട ദൗത്യത്തെ മാസങ്ങളോളം നീണ്ടതാക്കിയെന്നും വിൽമോറിനും സുനിതയ്ക്കും ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ബോയിങ് എയർക്രാഫ്റ്റ് ബിസിനസ്സിലും ബഹിരാകാശ വാഹനങ്ങളുടെ രംഗത്തും കടുത്ത മത്സരം നേരിടുന്ന സമയത്താണ് സംഭവം നടക്കുന്നത്. സ്റ്റാർലൈനറിന്റെ പരാജയപ്പെട്ട പരീക്ഷണ പറക്കലിന് മുൻപ് തന്നെ അക്കാലത്ത് പുതിയതായി രംഗത്തെത്തിയ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്യാപ്സ്യൂൾ പലതവണ വിജയകരമായ ദൗത്യങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ദൗത്യങ്ങൾ നടത്താൻ ശേഷിയുള്ള രണ്ടാമത്തെ കമ്പനിയായി ബോയിങ്ങിനെ നിലനിർത്താനുള്ള നാസയുടെ ആഗ്രഹം തീരുമാനമെടുക്കലിനെ സ്വാധീനിക്കുകയും അപകടം വിളിച്ചുവരുത്തുകയും ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു. ഭാവിയിൽ സമാനമായ പിഴവുകൾ ആവർത്തിക്കുന്നത് തടയാൻ നാസയ്ക്കും ബോയിങ്ങിനും എന്തൊക്കെ ചെയ്യാനാകുമെന്നതിനെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ 61 നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഏജൻസിയിലെ ജീവനക്കാരും പുറത്തുനിന്നുള്ള വിദഗ്ധരും ചേർന്നാണ് അന്വേഷണം നടത്തിയത്. 50 വർഷത്തിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ആദ്യമായി 4 ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനു ചുറ്റുമയക്കുന്ന നാസയുടെ ആർട്ടിമസ് 2 ദൗത്യത്തിന് തയ്യാറെടുക്കുന്നതിനിടയിലാണ് അന്വേഷണ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തുവന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.